ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവതുല്യമായി മാറാറുണ്ടല്ലേ? അങ്ങനൊരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. വീട് പണിക്കിടെ 2ാം നിലയിൽ നിന്ന് കാൽ വഴുതി താഴേക്ക് വീണ തൊഴിലാളിയെ സാഹസികമായി രക്ഷപ്പെടുത്തിയത് കരാറുകാരനാണ്. കൊല്ലം പുനലൂർ കുതിരച്ചിറയിലാണ് ഈ സംഭവം ഉണ്ടായത്. തൊഴിലാളി ശങ്കറിനെ കരാറുകാരൻ ഗണേഷിനാണ് രക്ഷപ്പെടുത്തിയത്. ഞാൻ ഇതിങ്ങനെ മേളിൽ നിന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് മേളിൽ നിന്ന് വീണപ്പോഴത്തേക്ക് എനിക്ക് പിടിക്കണമെന്ന് രക്ഷപ്പെടുത്തണമെന്ന് തോന്നി, അങ്ങനെ പിടിച്ചാണ്. ഞാൻ തട്ടിളക്കിക്കൊണ്ടിരിക്കുന്നു. മേളിൽ നിന്ന് ഒരു മുട്ട് ഇളകുന്നില്ലായിരുന്നു. അത് പിടിച്ചോണ്ടിരുന്ന വഴിക്ക് മുട്ടങ്ങ് പറഞ്ഞു പോയി. ആ മുട്ടിന്റെ കൂടെ ഞാനിവിടെ നേരെ താഴോട്ട് വീഴുമായിരുന്നു. പേടിച്ചു പോയി. ഈ സ്റ്റാൻഡ് ഇവിടെ കിടക്കുന്നു, നമ്മുടെ കൺട്രാക്ടാണ്. പുള്ളി ഇവിടുന്ന് ഈ മുട്ട് പറിക്കുന്നത് ഞങ്ങൾ ഇവന്റെ കയ്യിലോട്ടാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ പറിച്ചോണ്ട് മേലോട്ട് നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ താഴെ വീണത്. എന്തായാലും ഭാഗ്യം പോലെ എന്നൊക്കെ വീഴുന്നത് ഞാൻ അയ്യോ എന്നും പറഞ്ഞ് വിളിച്ച് താഴോട്ട് വീഴുകയും ഇപ്പം കയറി 2 കൈ കയറി പിടിച്ച് ഞങ്ങൾ രണ്ടും കൂടെ ഈ മുന്നോട്ട് മറിഞ്ഞ് വീഴുകയായിരുന്നു. അതുകൊണ്ട് ദൈവം സഹായിച്ചൊന്നും പറ്റിയില്ല. കാലിന് ചെറിയ ഒരു മുറിവ് വന്നതേ ഉള്ളൂ. ചെറുതായിട്ട് മുട്ടിനകത്ത് ഇടിച്ച്. ദൈവത്തിനേക്കായി കൂടുതൽ ഇപ്പൊ ഞാൻ ദൈവമായിട്ട് കാണുക. ദൈവമായിട്ട് ഗണേഷിനെ കാണുകയാണ് വീണ ശങ്കർ. കാരണം വലിയൊരു അപകടമാണ് ആ പിടുത്തത്തിലൂടെ ഒഴിവായത് എന്നുള്ളതാണ്. നമുക്കിപ്പം കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, ദൈവതുല്യനായിട്ടാണ് ഇപ്പോൾ ശങ്കർ ഗണേഷിനെ കാണുന്നത്. അത്ഭുതകരമായി അതിസാഹസികമായിട്ട് തന്നെയാണ് നമ്മുടെ ഈ കരാറുകാരൻ ആ തൊഴിലാളിയെ രക്ഷപ്പെടുത്തുന്നത്. രക്ഷകന്റെ കരങ്ങൾ എന്ന് ഗണേശന്റെ കൈകളെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടി വരും. അത്രയ്ക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരു രക്ഷപ്പെടുത്തലാണ് തൻ്റെ തൊഴിലാളിയായിട്ടുള്ള, തൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള ശങ്കർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവൻ രക്ഷിച്ചതിലൂടെ ഗണേശ് ചെയ്തത്. കാര്യം ഇന്നലെയാണ് സംഭവം ഉണ്ടാകുന്നത്. ഗണേശ് കരാറുകാരനാണ്, കോൺട്രാക്ടറാണ്, ശങ്കർ തൊഴിലാളിയാണ്. അവിടെ ഒരു 2 നില വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു. 2ാം നിലയുടെ കോൺക്രീറ്റ് പൂർത്തിയായി. അതിന് കോൺക്രീറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന തട്ട് ഇളക്കുന്ന ഒരു പ്രവൃത്തിയിലായിരുന്നു ശങ്കർ ഉണ്ടായിരുന്നത്. അത് ഈ തൊട്ടടുത്താണ്, അതായത് താഴേക്ക് വീഴാൻ സാധ്യതയുള്ളൊരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഈ കോൺക്രീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മുളങ്കം ഉണ്ടായിരുന്നു. മുള ഓരോന്ന് എടുത്ത് താഴേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ബഹളം കേട്ടുകൊണ്ട് മേളിലോട്ട് നോക്കുമ്പോൾ തൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള ശങ്കർ താഴേക്ക് വീഴുന്നതാണ്. ഇനി ഒന്നും നോക്കിയില്ല, 2 കൈയും ഉയർത്തി ആ മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ രക്ഷിച്ച് 2 പേരും താഴേക്ക് വീഴുന്നു. തൊട്ട് സമീപത്ത് ഈ കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന തടി കഷ്ണങ്ങളും മറ്റുമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവയുടെ ഒന്നും പുറത്ത് വീഴാതെ 2 പേർക്കും വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അത്ഭുതകരമായിട്ടുള്ള രക്ഷപ്പെടലിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതിനുശേഷം ഈ 2 ആൾക്കാരോടും, ഗണേശനോടും ശങ്കറിനോടും സംസാരിക്കുമ്പോൾ ദൈവത്തെ പോലെയാണ് താൻ ഗണേശനെ കാണുന്നത്. ചിലപ്പോൾ ഒരു തൊഴിലാളിയാണ് ആ വീട് പരിക്കേറ്റ് ഒരു വലിയ അപകടത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ പൂർണ്ണമായും കിടപ്പ് രോഗിയാകേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെ പോകേണ്ടിയിരുന്നതാണ്. പക്ഷേ അതൊന്നുമില്ലാതെ പെട്ടെന്ന് ഒരു പൂവരെ പൊക്കിയെടുക്കുന്നത് പോലെ തൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള ആളിനെ രക്ഷിച്ച ഒരവസ്ഥയാണ്. ദൈവത്തെ പോലെയാണ് താൻ കാണുന്നത്.